ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലൊരു അരിപ്പ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അടുക്കളയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ടിപ്സുകളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീട്ടമ്മമാരും എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലതരത്തിലുള്ള സൈസിലുള്ള അരിപ്പക്കയിലുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചിലത് അരി വാർക്കാൻ വേണ്ടിയിട്ട്, ചിലത് ചായ അരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിൽ ചായ അരിക്കുന്ന അരിപ്പ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കളറ് മങ്ങി ആ ചായയുടെ ആ ഒരു കറയൊക്കെ പറ്റി പിടിച്ച് അധികം കാണാൻ ഭംഗിയില്ലാതെ പോലെ ആകുന്നത്. അപ്പോൾ നമുക്കിത് എപ്പോഴും വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കാനായിട്ട് പറ്റാറില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയുന്ന മെത്തേഡിലൊന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചായക്കറയും ആ കറുപ്പ് കളറും ഒക്കെ മാറിയിട്ട് വെട്ടി തിളങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും സ്റ്റീൽ അരിപ്പകളാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുക. ഒരു പാത്രത്തിലേക്ക് അരിപ്പയൊക്കെ മുക്കിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തന്നെ സോപ്പ് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു അരിപ്പ അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം. അല്പനേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ്. കണ്ടില്ലേ, ആ ചായക്കറിയൊക്കെ ശരിക്കും ഇളകിപ്പോയതാണ് കേട്ടോ അത്. ഇനി ഇത് നമുക്കിതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഒന്ന് ചൂട് ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോൾ, അതായത് കൈ കൊണ്ടെടുക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് ആ അരിപ്പ എടുത്തിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പ നല്ലതുപോലെ വൃത്തിയായി നല്ലപോലെ തിളക്കം വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റീൽ അരിപ്പകളൊക്കെ ഇതുപോലെ കളറൊക്കെ മങ്ങി കറുത്ത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അരിപ്പ ക്ലീൻ ചെയ്തെടുക്കാൻ മറ്റു പല മെത്തേഡുകളുണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്തതായിട്ട് കാണിക്കുന്നത് കരണ്ടോ മിക്സിയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല കിഡിലൻ കാപ്പുച്ചിനോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം കാശൊന്നും പുറത്ത് കൊടുത്ത് വാങ്ങേണ്ടതില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ, 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അരിപ്പ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വർക്കാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ തുടരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് വരുന്നതാണ് കേട്ടോ കോഫി. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും 5 മിനിറ്റ് ഞാൻ ചെയ്തതിന് കാര്യമായി നന്നായിട്ട് തന്നെ കണ്ടില്ലേ, ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് കോഫിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല, മിൽക്ക് ഫ്രോത്തറിൻ്റെയോ അല്ലെങ്കിൽ കോഫി ബ്ലെൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വെറും ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് അടിപൊളി കോഫി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോത്ത് നമുക്ക് നല്ല ചൂടുള്ള പാലിൽ, അല്ലെങ്കിൽ കോൾഡ് കോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല ഐസൊക്കെ ചേർത്ത് തണുത്ത പാലിൽ ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാ അടിപൊളി. ഏകദേശം ഇതൊരു 5 മിനിറ്റോളം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ നല്ല വലിപ്പം കുറഞ്ഞതോ അല്ലെങ്കിൽ പൗഡർ ആക്കിയിട്ടുള്ളതോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബട്ടറൊക്കെ ഫ്രിഡ്ജിൽ നിന്നും നേരിട്ട് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ കറിക്കായാലും അല്ല ബേക്കിങ്ങിനോ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അരിപ്പ ഇതുപോലെയൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പയുടെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കിട്ടുന്നതാണ്. ഇത് ബട്ടർ മാത്രമല്ല, ചീസായാലും ഇപ്പോൾ ചീസിൻ്റെ ബ്ലോക്കൊക്കെയാണ് കയ്യിലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഷ്രെഡഡ് ചീസൊക്കെ ആവശ്യമുള്ള സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ അരിപ്പ ഉപയോഗിച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണ ജ്യൂസോ ചായയോ എന്തോ ആവട്ടെ അരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് ഊർന്നു പോകും. അങ്ങനെ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്.
അരിപ്പയുടെ അറ്റത്തായിട്ടൊരു ഹോള് കാണാൻ കഴിയും. അപ്പോൾ ഹോളിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്പൂണ് കടത്തി വിടുകയോ, ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഈ അരിപ്പയ്ക്ക് ചെറിയ ഹോളാണുള്ളത്. ഞാനൊരു സ്ക്യൂവറാണ് കേട്ടോ അതിലേക്ക് കടത്തി വിടുന്നത്. ഇനി അതങ്ങനെ കടത്തി വിട്ടിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അരിപ്പ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ തന്നെ നമുക്ക് ജ്യൂസോ ചായയോ എന്താണെങ്കിലും അരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, ഇതുപോലുള്ള കറിവേപ്പില, മുരിങ്ങയില, പ്രത്യേകിച്ച് മുരിങ്ങയിലയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. മുരിങ്ങയിലയിലൊക്കെ ഉള്ള ആ ഒരു കമ്പ് ഇല്ലാതെ തന്നെ ഇല അടർത്തിയെടുക്കാനായിട്ട് നമ്മളെപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഇതുപോലൊരു അരിപ്പ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ, ഞാനിപ്പോൾ കറിവേപ്പിലയാണ് കാണിക്കുന്നത്, മുരിങ്ങയിലയും ഇതുപോലെ തന്നെ തണ്ട് അതിനുള്ളിലൂടെ കടർത്തിയിട്ട് നമുക്ക് ഇല മാത്രമായിട്ട് വിടിയിച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അടുത്ത തവണ മുരിങ്ങയിലയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഇല മാത്രമായിട്ട് നുള്ളിയെടുക്കാനായിട്ട് പറ്റും, അതും നിമിഷങ്ങൾക്കുള്ളിൽ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്, നമ്മളിപ്പോൾ കോഫി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. ഇനി അടുത്തതായിട്ട് കുക്കറിലൊരു ദം ചായ ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട്, ഇതെപ്പോഴും എല്ലാവരും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല, ഒരു ദം രീതിയിൽ ചായ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ചായ പ്രേമികൾക്ക് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് കണക്കിനാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസ് ചായക്കുള്ളത്. അപ്പോൾ ആ സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറിയ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി, ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം ചുക്ക്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഞാൻ കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 5 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാൻ അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടിന് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിക്കോക്ഷൻ, നമ്മൾ കോഫിയൊക്കെ ഫിൽറ്റർ കോഫിയൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം കിട്ടില്ല, അതേപോലെ നമുക്ക് കട്ടൻ ചായക്കുള്ളത് നല്ല കടുപ്പത്തിലുള്ള ആ ഒരു ചായ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് നല്ല തിളപ്പിച്ച പാല് ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ ഈ ഒരു നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുന്നത്. ദം ചായയാണ്, അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് നമ്മളുടെ ഇടയിലുള്ള ചായപ്രേമികൾ ഇതുപോലെ 5 വിസിലൊക്കെ അടിച്ചിട്ട് ചായ ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തെടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ ഉപകാരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.